elephants have huge brain. They can identify their relatives. ഓക്കെ, എല്ലാ രീതിയിലുള്ള ക്യൂസും. അപ്പം ഞാൻ പറഞ്ഞ എലഫൻറ്റ് ചിലപ്പോൾ നിങ്ങളെക്കാളും സുപ്പീരിയർ ആയിരിക്കും. നിങ്ങൾക്ക് എലഫൻസിന് കാഴ്ച കുറവാണ്, 30 മീറ്റർ വരെ എലഫൻറ്റ്. രണ്ടാമത് എന്താ പറയുക, ബൈനോക്കുലർ വിഷനാണ്. ഓക്കെ, 2 സൈഡിലേക്കുമാണ്. നമുക്ക് മോണോക്കുലർ, അപ്പോൾ നമുക്ക് ഡെപ്ത് അറിയാം, ടൈഗറിനൊക്കെ ഡെപ്ത് അറിയാം നമുക്ക്. സോ നിങ്ങളൊരു നിൽക്കുകയാണെങ്കിൽ ഓക്കെ എത്ര മീറ്റർ ഉണ്ടെന്ന് അറിയാം. ഒരു എലഫൻറ്റ് ഒരു 20-30 മീറ്റേഴ്സ് നോക്കുമ്പോൾ എലഫൻറ്റ് കൃത്യമായിട്ട് ഡിസ്റ്റൻസ് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അത് കോൺ ചെയ്ത് വന്നിട്ടാണ്. ഇപ്പം ഒരു ഐസൈറ്റ് ഒരു ഇതല്ല, അതേസമയം അതിൻ്റെ സ്മെൽ. ഓക്കെ, ഇവിടെ ഒരു ഓർഗൻ ഉണ്ട്, വൊമെറോ നേസൽ ഓർഗൻ എന്ന് പറയും, ഇത്ര പോകുന്ന ഒരു ഓർഗനാണ്. അത് പറഞ്ഞാൽ സ്നേക്സിൽ ഈ ഓർഗൻ ഉണ്ട്, അതിന് ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സ്മെല്ല് ഇങ്ങനെ പിടിച്ചിട്ട് ടച്ച് ചെയ്യും, അങ്ങനെ ടേസ്റ്റിംഗ് ദ സ്മെൽ എന്ന് പറയാം. നാക്കിൻ്റെ മുകളിൽ കൂടെ പാമ്പ് ഇങ്ങനെ നാക്ക് നീട്ടുന്നത് എന്തിനാ, ഇവിടെയുള്ള സ്മെല്ലിൻ്റെ പാർട്ടികൾ അതിൻ്റെ മുകളിൽ വരും. ഇതിങ്ങനെ വളച്ചിട്ട് ഈ ജേക്കബ്സൺ ഓർഗനിൽ തൊടുമ്പം അതിന് സ്മെല്ല് കിട്ടും. ടേസ്റ്റിംഗ് ദ സ്മെൽ. നമ്മൾ ഈ മൂക്ക് കൂടെയല്ലേ, ഇതങ്ങനെയല്ല. ഓക്കെ, ഇത് എലഫൻസിലുണ്ട്. ഓക്കെ, എലഫൻസിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ബന്ധങ്ങൾ ഇതിന് തിരിച്ചറിയാൻ പറ്റും ത്രൂ സ്മെൽ, ത്രൂ ടേസ്റ്റിംഗ് ദ സ്മെൽ. ഫസ്റ്റ് ഒരു ബുള്ള് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫീമെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ജെനിറ്റൽ ഏരിയയിൽ ടച്ച് ചെയ്യും, ടേസ്റ്റ് ചെയ്യും. ആൻഡ് ഷി നോസ് വെദർ ഹീ ഈസ് എ ബ്രദർ ഓർ ക്ലോസ് റിലേറ്റീവ് ബ്രീഡിങ് അവോയ്ഡ് ചെയ്യും, ഹൈപ്പോത്തറ്റിക്കലി.